Hello, what's up gamers? Welcome to our new story game walkthrough series, guys. Actually, new എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അലൻ വേക്ക് 2 നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഗെയിമാണ്. അത് ഫുള്ള് കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സൂപ്പർ സ്റ്റോറി എന്ന് പറഞ്ഞാൽ സൂപ്പർ സാധനമായിരുന്നു. ഇത് ഇതിൻ്റെ റൈറ്റേഴ്സിനെ സമ്മതിക്കണം. അത്രയും കിടൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അലൻ വേക്ക് 2 എങ്ങനെ കണ്ടു വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയുക, അലൻ മിസ്റ്റർ സ്ക്രാച്ച് അതായിരുന്നു അതിൻ്റെ മെയിൻ വില്ലൻ. അതെന്ന് പറയുന്നത് ഇവൻ്റെ തന്നെ ഒരു ഓൾട്ടർ ഈഗോ ആണ്, അല്ലെങ്കിൽ ഇവൻ തന്നെ എഴുതിയിട്ടുള്ള അവൻ്റെ ഒരു ഡാർക്കർ വെർഷനാണെന്ന് പറയാം. അലനിലൂടെ തിരിച്ച് ഭൂമിയിലേക്ക് വരുന്നതായിട്ട് കഥ എഴുതി, അതും ആ ലേക്ക് ഹൗസിൽ വെച്ചിട്ട് കഥ എഴുതിയാൽ മാത്രമേ നാച്ചുറലായിട്ട് സംഭവം വന്ന് അങ്ങനെ സംഭവിക്കണത്, അങ്ങനെ അവിടെ വെച്ച് എഴുതി ഉണ്ടായാൽ മാത്രമേ അത് സംഭവിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് യഥാർത്ഥത്തിൽ വന്നിട്ട് മിസ്റ്റർ സ്ക്രാച്ച് ഈ ടൈപ്പ് റൈറ്ററിലൂടെ വേൾഡിലോട്ട് പുറത്തേക്ക് വന്നിട്ട് അലനായിട്ട് അഭിനയിച്ചിട്ട് ലാസ്റ്റ് അവൻ തന്നെയാണ് സ്ക്രാച്ച് എന്നൊക്കെ കണ്ടുപിടിച്ച വിഷയം ഒരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടെ എടുത്ത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കളിക്കാൻ പോണത് അലൻ വേക്ക് 2-ൻ്റെ 2 DLCs ഇറങ്ങിയാൽ ദിസ് വൺ ദ ലേക്ക് ഹൗസ്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൺട്രോളിലെ ജെസ്സി ആയിട്ട് കളിക്കും, ഇതിലെ തന്നെ റോസ് ആയിട്ട് കളിക്കും, അലൻ വേക്ക് 2-ലും 1-ലും കണ്ടിട്ടുള്ള റോസ് ആയിട്ട് കളിക്കും. അതുപോലെ ക്വാണ്ടം ബ്രേക്കിലെ ഡിലൻ ആയിട്ട് നമ്മൾ കളിക്കും. പക്ഷെ അത് മൂന്നും ജസ്റ്റ് ഒരു 3 എക്സ്പീരിയൻസസ് മാത്രമാണ്. ഇതാണ് നമ്മളെ മെയിൻ സ്റ്റോറിയുള്ള ഒരു സംഭവം. ഈ സംഭവം നടക്കുന്നത് ദ ലേക്ക് ഹൗസ് എക്സ്പാൻഷൻ നൗ അവൈലബിൾ ടു പ്ലേ, ഡിസെൻഡ് ഇൻ ടു എ ഫെഡറൽ ബ്യൂറോ ഓഫ് കൺട്രോൾ റിസർച്ച് ഫെസിലിറ്റി ആൻഡ് അൺറൈവൽ ദ മിസ്റ്ററീസ് ലർക്കിംഗ് വിത്തിൻ. ഫെഡറൽ ബ്യൂറോ ഓഫ് കൺട്രോൾ FBC കൺട്രോൾ ഗെയിം ജെസ്സി ഫെയ്ഡൻ അറിയാത്തവരുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ചാനലിൽ വാക്ക്ത്രൂ ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ കളിച്ചിട്ടുണ്ട്. അപ്പോൾ കൺട്രോൾ ഗെയിമും ഈ അലൻ വേക്കും ക്വാണ്ടം ബ്രേക്കും എല്ലാം ഇവരുടെ ഒരു യൂണിവേഴ്സാണ്. ഓക്കെ, സോ FBCയിൽ നടക്കുന്ന എന്തോ ഒരു സംഭവം റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു FBC ഏജൻറ്റ്, വെൻറ്റേർലി നമ്മൾ കണ്ടിട്ടില്ലാത്ത വേറൊരു ക്യാരക്ടറായിട്ടാണ് നമ്മൾ ഈ ഗെയിം കളിക്കാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അലൻ വേക്ക് അല്ല ഇതിൽ. ആൻഡ് ഇതിൻ്റെ ടൈം ലൈൻ പറയുന്നത് അലനെ റിവറിന്ന് അലൻ വേക്ക് 2-ൻ്റെ തുടക്കത്തിൽ അലനെ റിവറിന്ന് നമുക്ക് കിട്ടുകയാണ്. ഹു വാസ് ആക്ച്വലി മിസ്റ്റർ സ്ക്രാച്ച്. അപ്പോൾ അവൻ അവിടെ നിന്ന് കിട്ടണതിന് മുന്നേ നടക്കുന്ന സംഭവമായിട്ടാണ് ഇത് പറയുന്നത്. പിന്നെ ഇത് മെയിനാണ് കാരണം കൺട്രോൾ 2 ഇറങ്ങാൻ പോകുന്നുണ്ട് ഗെയിം. അതായിരിക്കും ഇവരുടെ അടുത്ത ഗെയിം. അതിലേക്ക് എന്തെങ്കിലും കണക്ഷൻ എന്തോ ഉണ്ട് തോന്നുന്നു ഇതിൻ്റെ. നമുക്ക് നോക്കാം. വീഡിയോ ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക. 2K ലൈക്ക് ടാർഗറ്റ്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ലേക്ക് ഹൗസ്. അലൻ വേക്ക് 2 ഞാൻ PS5-ലാണ് വാക്ക് ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന്. ഇപ്പോൾ നമ്മൾ PC-ലാണ് കേട്ടോ കളിക്കുന്നത്. This isn't the Bureau's first time in Bright Falls. 1970, 76, 8. ബ്രൈറ്റ് ഫോൾസിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. It's not exactly clockwork, but this town sees way more altered world events than most. സത്യം, എന്തെല്ലാം സംഭവങ്ങളോട് നടന്നിട്ടുണ്ട്. Matter of time before the lake acted up again. ആ ലേക്കാണ് ഇത് ഡാർക്ക് പവറിന്റെ സോഴ്സ്. After the AWE in 2010, the FBC's research department set up a facility, the Lake House, to study the threshold in Cauldron Lake, find better ways to contain the entity inside. Your tax dollars at work. When we detected a spike in paranatural activity at Cauldron Lake, before I even knew you were on this case, Saga. സാഗ മെയിൻ ക്യാരക്ടറാണ് അലൻ വേക്ക് 2-ലുള്ള. I was short-handed. Hope they could spare some help, maybe give us some intel on the situation. If I had any clue what was waiting for us in there, Saga, I'd have just kept on driving. ഇവരിവിടെ വന്നതിൽ ഖേദിക്കുന്നു. ഇതാണ് നമ്മുടെ ക്യാരക്ടർ. ഇവർ ഈ കോൾഡ്രൺ ലേക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഫെസിലിറ്റി FBC സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. This is Agent Kieran Estevez responding to an AWE alert in the vicinity. I need to speak with the Marmons. So much for the welcome wagon. ആരും കാണാനല്ലോ, നോ റെസ്പോൺസ് ചെയ്തർ. You all set up the perimeter. We're on the threshold's doorstep, so keep your eyes peeled. Yes, ma'am. ഞാൻ പറഞ്ഞ പോലെ ഈ കോൾഡ്രൺ ലേക്കിൽ ഒരു ഡാർക്ക് എൻറ്റിറ്റി ഉണ്ട്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനും അതിന് ഇവിടെ തന്നെ കണ്ടെയ്ൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലേക്കിൽ തന്നെ FBC ഇങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അലാം അടിക്കുന്ന നേരത്തെ കേട്ടില്ലേ, അങ്ങനെ. ദ ലേക്ക് ഹൗസ് ഈ DLC ഇറങ്ങിയിട്ട് ഒരു 1.5 മാസം മുന്നേറ്റാണ് ഇറങ്ങിയത്.
This shouldn't take long, okay? You see anything, radio me. അലൻ വേക്ക് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ പ്രതീക്ഷയൊക്കെ ഉണ്ട് ഇതില്. The lake house was run by the research department. Research and investigations don't really see eye to eye. What they call science, I call a violation of bureau protocol and human decency. Classic interdepartmental drama. Your FBI saga, you know how it goes. Now, in retrospect, my low opinion of the research department may have clouded my judgment. ഒരു മിനിറ്റ് അതിലേ കീ ബൈൻഡിങ് ഒന്ന് നോക്കട്ടെ. ടോർച്ച് ഏതായിരുന്നു? ടോർച്ച് ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, ബട്ടൺ കിട്ടി. സോ ആ അലാം അടിച്ചതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരിവിടെ അന്വേഷിക്കാൻ വന്നേക്കണെന്ന് തോന്നുന്നുണ്ട്. കിരൺ എസ്റ്റവെസ് നമ്മുടെ ക്യാരക്ടറിന്റെ പേര് കേട്ടോ. നമ്മളിപ്പോൾ ഈ കളിക്കുന്ന ക്യാരക്ടർ. ലക്കിലി നമ്മുടെ കയ്യിൽ ഓതറൈസേഷൻ കാർഡ് ഉള്ളതുകൊണ്ട് ഇതൊക്കെ തുറക്കാൻ പറ്റുന്നുണ്ട്. Hello? Agent Kiran Estevez. ഇത് റിസർച്ച് ഫെസിലിറ്റി ആണ്. സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു മാർമോണ്ട് എന്ന് പറഞ്ഞ ആളാണ്. Carrying a firearm into a restricted government facility. മാർമോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടറിനെ കാണാനാണ് വന്നേക്കുന്നത്, സയന്റിസ്റ്റിനെ. Okay, well, this is definitely going in the report. ഇവിടെ ആരും കാണാനില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? കണ്ട, FBC, Federal Bureau of Control. Hello, and welcome to another exciting day here at the Lake House. As I'm sure you know, I am Dr. Jules Marmont, and Marmont, that's a doctor. Dr. Diana Marmont. And together we are the heads of research at this facility. നന്നായിണ്ട്. നിങ്ങൾ എവിടെ എന്നിട്ട്? We want to thank you all for helping us break new ground in our study of Cauldron Lake. That's right, Jules. But don't let our exciting work in threshold regulation and dimensional coupling keep you from observing the proper safety protocols. You said it, Diana. നിങ്ങളുടെ പുതിയ ബ്രേക്ക് ത്രൂ എന്താണ്? Ship here at the Lake House. So, always remember the 3 S's. 3 SS എന്താണ്? Security and censorship. അത് C അല്ലേ? ആ, ഞാനും അതന്നെ പറയാൻ വന്നു. That is the joke, Diana. Well, it's a stupid, wonderful joke, Jules. We'll see you down there. അവർക്ക് എന്തോ പ്രോഗ്രസ് ഉണ്ടായി തോന്നുന്നുണ്ട്. അതാണ് ആ ലേക്ക് മക്കളെ. അതാണ് ആ ലേക്ക്. ഡാർക്ക് ഈവിൽ ലേക്ക്. I'll have to check downstairs. Experiment in progress. That bodes well. Changing passwords, huh? പാസ്വേഡ് ഒക്കെ വേണ്ടി വരുമോ? ഇത് ഞാൻ വീണ്ടും വന്ന് നോക്കേണ്ടി വരുമല്ലോ. ഓ നോ. വായിക്കട്ടെ. 38 നോട്ടഡ്. 6 ഡിജിറ്റുള്ള പാസ്വേഡ് കൺഫേം. ഇവിടെ ഒരു ഇത് കാണാനുണ്ട്. ഓക്കെ, അപ്പോയിൻമെന്റ് വിൽ ബി ഷെയർഡ് വിത്ത് ഡിയാന മാർമോണ്ട്. എഫക്റ്റീവ് അപ്പോൺ ഫെസിലിറ്റീസ് കംപ്ലീഷൻ ആണ് ജൂലൈ 18. അവിടെ ബർത്ത് ഡേറ്റ്, ജോയിൻ ഡേറ്റ്, ഓക്കെ 6 ഡിജിറ്റ് ഉള്ളൂന്നും പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ലൈക്ക് ആദ്യം നമ്മൾ കണ്ട് 07 18 അവിടെ കണ്ട്. ആൻഡ് 40 അല്ല 18 ജൂലൈ ആയിരുന്നില്ലേ? 18 പിന്നെ തിരിച്ചിടുന്നു 07 40 ആണോ? അതുമല്ല. അപ്പോൾ പിന്നെ ഇവിടെ വേറെ നമ്പർ ഉണ്ടായിരുന്നത് 1 ആൻഡ് ഓൺലി നമ്പർ. ഇതിൽ സെറ്റ് ആവണം 07. അയ്യോ എത്രയായിരുന്ന നമ്പർ? ആ ഇതിൽ കണ്ടത് ഒരു 38.
സെറ്റ് സെറ്റല്ലേ? ആ അൺലോക്ക് ഡോർ. ഇതിലായിരുന്നു കൊണ്ട് കലണ്ടറിൻ്റെ ഈ സാധനത്തിലായിരുന്നു. ആ ഓക്കെ. ടോർപീഡോ ഗൈഡൻസ് സിസ്റ്റം 38. ആ 38 അവിടെ ഉണ്ടായിരുന്നു. ഓക്കെ. എനിവേസ് എന്തായാലും മുന്നോട്ട് നമ്മൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പോവാണ്. കാരണം അവിടെയാണോ എക്സ്പെരിമെൻറ്റ് നടക്കണമെന്ന് നമുക്ക് ഡൗട്ട് ഉണ്ട്. ഇവരാരും ഇവിടെ കാണാത്ത സ്ഥിതിക്ക് ഇവരൊക്കെ അവിടെ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മാപ്പ് കിട്ടി മക്കളെ. ഐ ഡി കാർഡ് ഉപയോഗിക്കും. ആരെങ്കിലും കാണണ്ട. ഒരു ഗവൺമെന്റ് ഫെസിലിറ്റിയാണ്, പക്ഷെ ആരും കാണാനില്ല. Access denied. Well, you are not keeping me out. I'll need a key card with clearance. ഓക്കെ. അപ്പോൾ ഇവിടെ തന്നെ ഒരു കീ കാർഡ് എവിടെന്നെങ്കിലും കിട്ടും. അതുണ്ടെങ്കിൽ എലവേറ്റർ ആക്സസ് ഉള്ളൂ കുട്ടാ. ദി ലേക്ക് ഹൗസ് ഡെയിലി ടിൽ ഡാർക്ക് 5 hours. ഗുഡ് ന്യൂസും ബാഡ് ന്യൂസൊക്കെ എഴുതി തമാശ കളിച്ചേക്ക് ഇവിടെ. കീ കാർഡ് തപ്പട്ടെ. കീ കാർഡ് ഐ നീഡ് എ കീ കാർഡ്. എനിബഡി? എന്നാലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. മറ്റേ ജാനിറ്ററൊക്കെ ഉണ്ടാവുമല്ലോ അതില്. ഓ അയ്യോ എൻ്റെ പൊന്നെ, ഞാൻ പേടിച്ചു. ഡോറ് നോർമൽ പോലെ അങ്ങ് തുറന്ന പോരെ. പേടിപ്പിക്കണം മനുഷ്യനെ. ആ കിട്ടി, കീ കാർഡ് കിട്ടി. താങ്ക് യു. നമ്മൾ പോയിട്ടില്ലാത്ത വഴി കൂടെ പോയാൽ മതി, അപ്പോൾ ഒക്കെ നമുക്ക് കിട്ടും. ഈ സ്ഥലങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാ. നമ്മുടെ കീ കാർഡ് അല്ലാണ്ട് സെക്യൂരിറ്റി ക്ലിയറൻസ് ഉള്ള കീ കാർഡ് വെച്ചിട്ട് -3 വരെ പോകാൻ പറ്റും. As soon as I got in that elevator, my bad news detector started going nuts. ഓക്കെ. ഇതിലേക്ക് ഇത് ഇവള് അവൾക്ക് എന്താ പറയുക ഇങ്ങോട്ട് കയറിയപ്പോ തന്നെ എന്തോ പ്രശ്നം ഫീൽ ചെയ്തു. ഓ ഓ -3 കഴിഞ്ഞേക്കിയത്, പക്ഷെ നമ്മള് -1 ഇറങ്ങിയേക്കണം കേട്ടോ. അലാം അടിക്കണ്. ഐ മീൻ ബേസ്മെന്റ്. Breach detected in sublevel 5. Staff should seek shelter immediately. We have a situation in the lake house. All agents converge on the facility now. Whoa! Allah, തുടങ്ങി. Belay that order. ആരിപ്പോ വരല്ലേ? Where's the fucking elevator? എലിവേറ്റർ പോയി. സെക്യൂരിറ്റി ബ്രീച്ച് ആയി. അപ്പോൾ ഡാർക്ക് എൻറ്റിറ്റി ഇങ്ങോട്ട് കടന്നു തോന്നുന്നു. Get the lights on. Standing around in the dark near Cauldron Lake is not smart. പ്രശ്നാണല്ലോ കൂട്ടുകാരെ. എന്താ സാധനം എനിക്ക് എടുക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ? നോട്ട്സൊക്കെ ആണെങ്കിൽ അവിടെ ഇരിക്കുക. എന്നെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് വായിച്ചോളാം. എന്തായാലും ഇപ്പോൾ വായിച്ചിരിക്കുന്നത് ഓർമ്മ നിൽക്കാനും പോണില്ല. വല്ല പാസ്കോഡോ എന്തെങ്കിലും ആണെങ്കിൽ. Dr. Darling. AWE. പവർ ഓൺ ആക്ക്. Okay, he doesn't do a damn thing without power. ഞാൻ എവിടെ ശരിയാക്കണം? ഈ റൂമിൽ എനിക്ക് റോളില്ല കേട്ടാ. നമുക്ക് മറക്കാം, ഈ റൂമിന്റെ കാര്യം മറക്കാം. ഇവിടെ എവിടെ എന്തോ ഉണ്ട്. ഇങ്ങനത്തെ ഫ്ലാസ്ക് എന്തായിരുന്നില്ല ഇതിൽ സേവ് ചെയ്യണ സംഭവം? എന്തോ ഒരു സാധനത്തിന് ഇവർ കണ്ടെയ്ൻ ചെയ്തത് പുറത്തോട്ട് വന്ന്, അപ്പോഴാണ് ഇവിടെ ഈ പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. അതേ അടുത്തൊരു പച്ച റൂം. നല്ല റേ ട്രേസിംഗ് ഒക്കെ അൾട്രാ. Regulation FBC weapon. എവിടെ ഇപ്പൊ ഞാൻ കണ്ടില്ല.
Can't open it from the side. അപ്പുറത്തെ സൈഡിൽ വെപ്പൺ ഇരിക്കണ്ടേ. Jules's key card could be useful. ഇതെന്താ സാധനം? I wish they'd make these things lighter. ഇത് മറ്റേ പവറിന്റെ സ്ഥലത്ത് ഞാൻ കൊണ്ടുവെക്കേണ്ടതാണോ? The way I saw it, there was only one way out. Identify the source of the event and contain or eliminate it. Now, good news, I just had to keep going down. Bad news, the elevator liked to disappear. ഇപ്പൊ ഇവിടെ ഒരു ബ്രീച്ച് നടന്നതിനെ കണ്ടെയ്ൻ ചെയ്താൽ നമുക്ക് നമ്മുടെ പാട്ടിന് പോവാം. പക്ഷെ നമുക്ക് താഴെ പോയിട്ട് വേണം അതിനെ കണ്ടെയ്ൻ ചെയ്യാൻ. അതിന് എലവേറ്റർ വേണം. അന്ത എലവേറ്റർ നമ്മുടെ കയ്യിൽ ഇരിക്കല്ലേ. ആ എലവേറ്റർ കണ്ടുപിടിച്ചിട്ട് വേണം ഡിസപ്പിയർ ചെയ്യാൻ. പവർ ഇസ് ബാക്ക്. At least the elevator's back. എലവേറ്റർ ബാക്ക് ആയെങ്കിൽ ഇവിടുത്തെ ഈ റൂം നമുക്കിപ്പോ ആക്സസിബിൾ അല്ലേ? First off, a huge thank you to everyone here. വെൽക്കം The വെൽക്കം. Lake House has made amazing strides in researching the AWE here at Cauldron Lake. Great work, team. അവരെന്തൊക്കെ I കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ? wanted to come in person so I could check in on the latest work. I won't get in the way. It's not our view, so no reason to be scared. Do you hear that, Dr. Marmot? While I'm here, I want to focus on the relationship between the shadow and the AWE site below the lake. The theory that the shadow even originates from the dimension this threshold is tapping into is compelling. Eventually, I want to understand how this dimension manages to convert subjective elements like art into objective reality. അത് സ്റ്റഡി ചെയ്യാൻ പോയതല്ലേ നിങ്ങള്? Phenomena. Can it say create altered items or even objects of power simply by manifesting them via a piece of art? These are the things we need to know to accurately classify the shadow. I mean, that name is not very scientific. I mean, who came up with that? Shadow. So, any and all proposals are welcome. Anything testing art's effect on reality by using the shadow's energy is preferred. To find answers, we'll first need a lot of data. അതിനല്ല ഇങ്ങനെ ഒരു ഫെസിലിറ്റി നിന്ന് നിങ്ങളവിടെ ഇരുത്തിയേക്കണത്. When I return to the oldest house, I'll take back anything we end up with to run against a classified project called Hedron to build a comparative data set. I wish I could tell you more. It's a very ഞാൻ പറഞ്ഞുതരാട്ടോ guys. non-physical forces impacting. No, sorry, I really can't. It is. You know what? Maybe some of you can come visit. We'll have to get you clearance, of course, but maybe that can. You know what? I don't want to take the entire day talking. I know, just cut to the chase. The shadow represents a whole new area of research, and I couldn't be more excited to start digging in. It is a great new world, people. ഇവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ഡാർക്ക് വേൾഡ് ആ ലേക്കിനൊക്കെ പറയുന്നത്. ഓക്കെ, സോ ഇവിടെ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയണത് ഇവർ സ്റ്റഡി ചെയ്യാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അലൻ വേക്ക് വന്നിട്ട് ഇവരോട് സത്യങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. സ്ക്രാച്ച് വന്നാലും അലൻ വന്നാലും ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് എന്തെന്ന്, എങ്ങനെയാണ്, എന്താണ് ആ ഒരു ശക്തിയുടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് ഫിനോമിനൻ എന്താണ്. കോൾഡ്രൺ ലേക്കിൽ വെച്ചിട്ട് എഴുതുന്ന, അതും വെറുതെ ഒരു പേപ്പർ എടുത്തിട്ട് നാളെ മഴ പെയ്യുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു മരിച്ചു പോയ സുഹൃത്ത് ജീവിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ നാളെ മരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വേറൊരു രൂപത്തിൽ ഞാൻ അങ്ങനെ ചുമ്മാ എഴുതിയോണ്ടൊന്നും വരില്ല. പ്രോപ്പറായിട്ടുള്ള ഒരു നോവൽ, ഒരു ആർട്ട് പക്ക ആയിരിക്കണം. അതിനാ രീതിയിൽ കൊണ്ടുവരണം. മനസ്സിലായോ? അപ്പോൾ ചായ കുടിക്കാൻ പോകുന്നു എന്നുള്ളതിന് പകരം നമ്മൾ, എൻ്റെ ഒരു സുഹൃത്ത് വന്ന് എന്നെ വിളിച്ചു, അവന് ചായ ഭയങ്കര ഇഷ്ടമാണ്, എന്നും ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിൽ ഒരുമിച്ച് ചായ കുടിക്കാറുണ്ടായിരുന്നു, ആ ഓർമ്മ പുതുക്കാനായി അവനെന്നെ ചായ കുടിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. ഇപ്പം അതിനൊരു ആർട്ട് വന്നു വേണ്ട, കൂട്ടുകാരനായിട്ട് ചായ കുടിക്കാൻ പോയി, അതാണ് ഞാൻ വേറൊരു രൂപത്തിൽ പറഞ്ഞത്. മനസ്സിലായ? സോ ആ സാധനം അങ്ങനെ കൊണ്ടുവന്നാൽ എങ്ങനെ ഇവരിതിന് ഷാഡോ എന്നാണ് വിളിക്കുന്നത്, ഈ ഡാർക്ക് ഫോഴ്സിനെ. എങ്ങനെയാണ് അത് ഇതിനിങ്ങനെ മാറ്റി റിയാലിറ്റിയിലേക്ക് എങ്ങനെയാണ് മാറ്റാൻ പറ്റണത്? ഇത് ഇവർക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ലേക്കിൽ വർക്ക് ചെയ്യുന്ന ഈ ഫിനോമിന ഉപയോഗിച്ചിട്ട് ഇവർക്ക് ലൈഫിൽ എന്തോരം ചേഞ്ചസ് ഉണ്ടാക്കാം.
മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എന്തോരം റിയാലിറ്റീസ് കൊണ്ടുവരാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്നും അങ്ങ് എഴുതിയാൽ അതങ്ങ് സത്യമാണ്. അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ അവർക്ക് ഒരുപാട് ഡാറ്റ ഒക്കെ വേണം. പിന്നെ എന്തോ ഒരു പ്രൊജക്ട് ഹെൽഡ്രോണോ എന്തോ ഒരു പേര് പറഞ്ഞു. ഇതൊക്കെ കൺട്രോൾ ടൂലിക്ക് ഉള്ളതാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ഞാൻ ഈ പറഞ്ഞ ഐഡിയാസൊക്കെ. ലെറ്റ്സ് സീ. എവിടെ ഇത് സംഭവിച്ച്? എലവേറ്റർ വല്ലോ വന്നാ? ഇവിടെ മാറ്റം വന്നു ഈ സ്ഥലത്തില്. ഓ, ആ ഇൻവെസ്റ്റിഗേറ്റ് ദി ലേക്ക് ഹൗസ്. 4 ഗോൾസാണ് നമുക്ക് മെയിൻ തന്നേക്കണ്. Need a higher clearance key card. ഓക്കെ, തന്നെ ഹയർ ക്ലിയറൻസ് വേണം. If you can understand me, I'm an agent of the Federal Bureau of Control. I can assist you if you take no hostile action. അയ്യോ, ഇവരെ എങ്ങനെ ടോർച്ച് അടിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ. This isn't working. അയ്യോ, അയ്യോ, ഞാനിവിടെ ലോക്കായി കേട്ടാ. ഒന്നും ചെയ്യണ്ട, ഞാൻ പോവും. R1 ഓ, ഒന്നും ആരും ചെയ്യണില്ല. R1 തന്നെ ആയിരുന്നു, പക്ഷെ ഒന്നും ചെയ്യണില്ല അവരെ. Flashbang? I'm getting the hang of it. Buttons ഒക്കെ സെറ്റ്. ഫ്ലാഷ് ബാങ്ക് ഒക്കെ ഉണ്ട് എൻ്റെ കയ്യില്. ഇങ്ങോട്ടേക്ക് വന്നില്ല. വരണ്ട. ഇവിടെ ആയിരുന്നു എന്റെ എലവേറ്റർ ഉണ്ടായിരുന്നു, ഇപ്പൊ അതുമില്ല. അയ്യോ, ഡോഡ്ജ് ചെയ്യാന്നുള്ള ധൈര്യത്തിൽ. ആ, ഇവിടെ സേവ് ഉണ്ടായിരുന്നു. സേവ് ചെയ്ത് ഞാൻ കീ ബൈൻഡിങ്സ് ഒന്ന് നോക്കട്ടെ. സോ എൻ്റെ കയ്യിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. നമുക്കിവിടെ ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഒരു മാനുവൽ സേവും ചെയ്യാം. So what we can do is run for our life. Hiya! അയ്യോ, ഇവര് എണ്ണം കൂടി വരണ്ട. ആമോ, താങ്ക് യു. ഇവിടെ ഒരു വെളിച്ചം. എലവേറ്റർ. Fuck were those things? ഓ, അപ്പൊ എലിവേറ്റർ ഈ ഫ്ലോറിൽ തന്നെ ഉണ്ട്. ഡാം, 3ലേക്ക്. Deep breaths. 1, 2, 3. ബാറ്ററി പാക്ക്. ഇത് ഹെൽത്ത് അല്ലേ? 6. You never really get used to the shit you see in this job, but you can learn techniques to adjust, to function. Take 6 deep breaths. Then get to work. Find the source, collapse the threshold. കണ്ട, ഇതിന്റെ സോഴ്സ് തപ്പിയിട്ട് അതിനെ നശിപ്പിക്കുക. Please hold. Please hold. Now where am I? Hold. Please hold. What is that? ദൈവമേ, അതെന്താ? അടുത്തേക്ക് പോണ റേഞ്ച് മർമറിങ്. If you can understand me,
I'm an agent of the Federal Bureau of Control. You know what? I സംസാരിച്ചിട്ട് കാര്യമില്ല മനസ്സിലാവോ? action against me or any action that can be perceived as hostile. Do you understand? Any words you said can be used against you എന്നും കൂടെ പറ. The first time എന്ന്. Well, I'll be damned. So what kind of entity are you? എന്താണ് നിങ്ങൾ ആരാ? എന്താ പ്രശ്നം? എന്താ? ഞാൻ ശങ്കരൻ തമ്പി. ആരെടാ? You can speak. That means you probably imprinted on a person or retained some of your former self's information. Previously human, maybe? Okay, I can work with നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു മർഡറും അതേപോലെ തന്നെ വിക്ടിമുമാണ്. ദേഷ്യമാണ്, ആങ്കർ. പക്ഷെ ആരുടെ എന്ന് പറഞ്ഞില്ല. മേ ബി ഇയാൾ മുന്നേ മനുഷ്യനായിട്ട് ജീവിച്ചിരുന്നതാവാം, മരിച്ചതാവാം. I just had an unpleasant encounter with some other painted individuals. ഇപ്പൊ നേരത്തെ കണ്ട ജീവികള്. Any relation? What does that mean? തെളിച്ച് പറയോ? Hey, calm down. എന്റെ ആങ്കറൊക്കെ നിന്റെ കൈ വെച്ചാ മതി. You need to cease all hostility right now. എന്റെ ഉമ്മ. അയ്യോ എന്തായിരുന്നത്? അയ്യോ. Bad news. That thing is really pissed off. അയ്യോ ഇതൊക്കെ പ്രതീക്ഷിച്ചാണ് ഞാൻ മുന്നോട്ട് കളിക്കാൻ. It didn't try to kill me. Fire in his eyes, bones എന്നൊക്കെ പറഞ്ഞ ആൻഡ് ഹാൻഡ്സ്. ഞാൻ എവിടെ? എനിക്ക് മാപ്പ് ഉണ്ട് അതിന്. എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. പിന്നല്ലേ മാപ്പ്. ഓ ബാക്ക് ടു എലിവേറ്റർ. പെട്ടെന്ന് അടയങ്ങോട്ട്. Angry living paintings are not typically on the Cauldron Lake bingo card. Something different was happening. കോൾഡ്രൻ ലേക്കിൽ നമ്മൾ ഇങ്ങനത്തെ എന്റിറ്റീസിനെ കണ്ടിട്ടില്ല. പെയിന്റിങ്ങിന് എനിക്ക് വരെ മോൺസ്റ്റർ ഒന്നും കണ്ടിട്ടില്ല. White Falls didn't need this. ഇത് പുതിയ എന്തോ സാധനമാണ്. Cherry on its already shitty Sunday. ആ പ്രയോഗം കണ്ട. ഓൾറെഡി ഷിറ്റി സൺഡേയുടെ മുകളിൽ ബ്രൈറ്റ് ഫോക്സ് പുതിയൊരു ചെറി കൊണ്ടെന്ന് വെച്ച പോലെ ഉണ്ട്. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ ആകെ പ്രശ്നമായിട്ട് ഓൾറെഡി വേറെ ടൈപ്പ് എൻറ്റിറ്റിയും പ്രശ്നക്കാരും ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഇപ്പോൾ പുതിയൊരു പ്രേതം പുതിയൊരു സാധനങ്ങൾ ഇവിടെ വന്നേക്കുന്നത്. ഈ ഡാർക്ക് വേൾഡിനൊക്കെ സ്റ്റഡി ചെയ്യാൻ പോകണം ഇവരെ പറഞ്ഞാൽ പോരെ. സബ് ലെവൽ 3 -3 റൈറ്റ്. അതെ മ്യൂസിക് വേണ്ട. ഞാൻ പേടിക്കും. മ്യൂസിക് എന്നോട് കളിച്ചാൽ മ്യൂസിക് ഓഫ് ചെയ്തങ്ങ് വെക്കും. പിന്നെ ഞാൻ പേടിക്കില്ല, ഒരു തേങ്ങ ഉണ്ടാവില്ല. എന്തിനോട് ഇങ്ങനെ? ഇത് മറ്റേ പെണ്ണ്. ഒരു ടൈപ്പ് പ്ലേ ചെയ്തേക്കാം. September 12, 2023. Notes regarding a page of an Alan Wake manuscript I found in the archive. അലൻ വേക്കിന്റെ മാനുസ്ക്രിപ്റ്റ്. Check the records, and this page is not in our inventory. I believe it manifested inside the lake house directly. I'm not filing this page. It'll just send Jules into a panic. The page is written in Wake's usual style, so I can't say for certain if it's being literal or figurative when it calls us monsters. But what's interesting is that the page indicates that a painting succeeded in linking Cauldron Lake's threshold with our facility. Writing has always been clearly superior in research, but I never considered that the writing itself would dictate a different art form as the catalyst for our success. I cannot accept that. I can't allow Jules to stumble his way into success. Not after the years of work I put into this research. I got
word yesterday that 2 riders are visiting Bright Falls. I will beat Jules to the finish line. Project X. സോ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത്, ഒന്ന് ആ മറ്റേ കണ്ട ഡോക്ടർ ഡിയാന മാർമോണ്ട്, ആ പെണ്ണും ആ പെണ്ണിൻ്റെ ഓഫീസ്, അത് ആ പെണ്ണും ഹാൻഡിൽ ചെയ്യണം. രണ്ടാളും പ്രൊജക്ട് ഡയറക്ടേഴ്സ് തന്നെ, 2 പേർക്കായിട്ട് കൊടുത്തത്. മറ്റേ ചെങ്ങായിക്കും കൊടുത്ത്, ജൂൾസ് മാർമോണ്ടിന്. സോ ജൂൾസ് സക്സസ്സിലേക്ക് എത്തരുത്, ജൂൾസിനേക്കാൾ മുന്നേ ഈ പ്രൊജക്റ്റിൽ ഒരു സക്സസ് കണ്ടെത്തണം എന്നുള്ള രീതിയിലാണ് ഈ പെണ്ണ് ഡിയാന ഇപ്പോൾ പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായത്. മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഇപ്പോൾ കേട്ടത് എനിക്ക് മനസ്സിലായത് അതാണ്. പിന്നെ അലൻ വെയ്ക്കാണ് എഴുതിയേക്കണെന്ന് പറയുന്നുണ്ട്. അലൻ വെയ്ക്ക് എഴുതിയിട്ടുള്ള പേജസിൽ, അവൻ്റെ നോവലിൽ അല്ലെങ്കിൽ അവൻ്റെ കഥയുടെ മാനുസ്ക്രിപ്റ്റിലെ ഒരു പേജാണ് ഇപ്പോൾ ഇവളുടെ കയ്യിൽ കിട്ടിയേക്കണെന്ന് പറഞ്ഞ്. സോ ഈ പേജ് ഇവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള അലൻ വെയ്ക്കിൻ്റെ ബാക്കി പേജസിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ആ ആർക്കൈവിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ഫയലിൽ നിന്ന് ഈ ഒരു ഇപ്പോൾ ഇവളുടെ കയ്യിൽ കിട്ടിയ പേജ് മാത്രം മിസ്സിംഗ് ആണ്. പക്ഷേ ഇത് ജൂൾസ് അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ പാനിക് ആവാനും സാധ്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത്, ഇവരുടെ ഫെസിലിറ്റി നല്ല രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫെസിലിറ്റിക്ക് അകത്തൊരു ക്രാങ്ക് ഉണ്ടാവുന്നു, അതിലൂടെ ഡാർക്ക്നെസ് ഫെസിലിറ്റിയിലേക്ക് കടന്നു വരുന്നു, പിന്നെ വാട്ടർ സ്റ്റെപ്സ് ഇൻസൈഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞേക്കണത്. അതെന്താ ഉദ്ദേശിക്കണമെന്ന് അറിയില്ല. പിന്നെ ഇവിടെ നടക്കുന്നത് മുഴുവൻ അലൻ വെയ്ക്ക് മുന്നേ എഴുതി വെച്ചിട്ടുള്ള ഒരു കഥയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ഫെസിലിറ്റി പോലും ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അലൻ വെയ്ക്കിൻ്റെ ക്രിയേഷനിലുള്ളതാണ് എൻ്റെ ഈ കോൾഡ്രൻ ലേക്കിൻ്റെ ചുറ്റും അല്ലെങ്കിൽ ബ്രൈറ്റ് ഫോൾസ് എന്ന് പറഞ്ഞ ടൗണിലും നടന്നുകൊണ്ടിരിക്കുന്നത്. അലൻ വെയ്ക്കിൻ്റെ ക്രിയേഷനിലുള്ളതാണ്, അത് അവർക്കും അറിയാം. പക്ഷേ എങ്ങനെയാണെന്ന് വെച്ചാൽ അവരൊക്കെ വിധിയാണ് ഇങ്ങോട്ട് കൊണ്ടെത്തിക്കുന്നത്. വിധി പ്രകാരം അവർക്ക് ഓരോ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കുമ്പോൾ അവർ നാച്ചുറലി ഇവിടെ എത്തണതാണ്. അലൻ വെയ്ക്കിൻ്റെ ക്രിയേഷൻ ആയതുകൊണ്ട് അവരൊക്കെ അങ്ങനെ വന്ന് ചേരുന്നു. സോ ഇവിടെ ചെറുതായിട്ടൊരു ഈഗോ കൂടി ഇവളുടെ സൈഡിൽ നിന്ന് ഞാൻ മണക്കുന്നു. കാരണം ജൂൾസിൻ്റെ കയ്യിൽ ഈ പേജ് കിട്ടിയാൽ അവൻ പാനിക്കാവും. പിന്നെ അലൻ്റെ ഇങ്ങനെയുള്ള ഒരു ഇത് വെച്ചിട്ട് ആവരുത് ഇവിടെ റിസർച്ച് നടത്തുന്നത്. അലൻ അങ്ങനെ എഴുതി വെച്ചിട്ട് നമ്മുടെ റിസർച്ച് ഫെയിൽ ആവരുത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ എനിക്ക് ഡാർക്ക്നെസ് അല്ലെങ്കിൽ ഒരു ക്രാങ്ക് ഉണ്ടാവുന്ന ഫെസിലിറ്റിയിൽ നിന്നുകൊണ്ട് എനിക്ക് മനസ്സിലായത് ഇവർ തമ്മിൽ ഈഗോ ക്ലാഷാണ്. ഇവൾക്ക് സംഭവം കിട്ടരുത് എന്നുള്ള മൈൻഡാണ്. എന്നുവെച്ചാൽ മറ്റേ ചങ്ങായിക്ക് ജൂൾസിന് റിസർച്ച് കിട്ടരുത് എന്നുള്ളൊരു മൈൻഡാണ്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. Diana and Jules Marmont had once been a team. Rising stars in the Bureau, both talented in their own way. Diana innovated and Jules got funding from the bureaucrats. Cooperation led to respect. Connection. And after a decade of hard work, the happy couple were promoted. Co-heads of research. First years at the Lake House were good. Challenging, but not insurmountable. Not for them. Gradually, thoughts fell into their heads like drops of dark water. Couples ആയിട്ട് ഇവരുടെ ഇടയിൽ ഈഗോ കയറി. Why does he get any credit? എന്തിനാ അയാൾ വിചാരിക്കുന്നത് എന്തിനാ ഇവൾക്ക് എല്ലാ ക്രെഡിറ്റും കൊടുക്കണം, ഇവള് വിചാരിക്കുന്നത് എന്തിനാ അവനെല്ലാ ക്രെഡിറ്റും കിട്ടണം. Their work became arrogant, erratic. The crack widened and the water seeped in. ഇവര് തമ്മിലുള്ള ഈഗോ കയറി വന്നപ്പോഴാണ് ഈ ഡാർക്ക് പ്രസൻസ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. Rudolph Lane stood back from the canvas. He didn't recognize the piece. Did he paint this? His mind was foggy, unfocused. He knew the Marmonts were putting something in his food. A man in a white coat came to steer Lane back to his cell. Rudolph Lane. He did not resist. He was too tired. He lay on the bed, but the stench in his cell wouldn't let him sleep. An acid stink. The turpentine, the paint, it was all over him. Years of it. 1,000 paintings. 1,000 paintings. നേരത്തെ മറ്റേ മോൺസ്റ്റർ പറഞ്ഞ റെഫറൻസ്. A putrid weight he could never wash away. Cold hate simmered below the mist clogging his thoughts. Hatred for the paint, hatred for the brushes, for the Marmonts, for himself. Rudolph Lane. അയാളാണോ ഇത് പെയിന്റ് ചെയ്തതെന്നാണ് അലൻ ഇവിടെ ചോദിച്ചേക്കുന്നത്. ഹിസ് മൈൻഡ് വാസ് ഫോഗി അൺഫോക്കസ്. ഇതൊക്കെ അലൻ ഈ സംഭവിക്കണതൊക്കെ അലൻ എഴുതിയ കഥയുടെ ഭാഗമായിട്ടാണ് കേട്ടോ അതൊക്കെ സംഭവിക്കണത്. മനസ്സിലായ? അത് ഇവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം ഇവരും ഈ പറഞ്ഞ ഈ ഡോക്ടറും ഈ മാർമോണ്ടും ഇവരൊക്കെ അലൻ്റെ കഥയുടെ ഭാഗമാണ്. അപ്പം ഈ ചങ്ങായിയാണോ പെയിന്റിങ് വരച്ചതെന്നുള്ളത് അൺക്ലിയർ ആണ്. പക്ഷെ അങ്ങനത്തെ ഒരു 1000 പെയിന്റിങ്സ് വരാനിരിക്കുന്നുണ്ടെന്നാണ് സോ ഫാർ നമുക്ക് മനസ്സിലാവുന്നത്. ഞാൻ പറഞ്ഞാൽ ഈ ഗെയിം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഫോളോ മൈ വോയിസ്, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക.
അതിനകത്ത് കുറേ ഉണ്ടല്ലോ എന്നുള്ള ഇതൊന്നും ആലോചിക്കണ്ട. ഒക്കെ ഞാൻ ലാസ്റ്റ് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. കളിച്ചെത്തുമ്പോൾ നമുക്ക് കുറേ മനസ്സിലാവും. There was a crack in the lake house. The marmots had let the lake in, but the water could not flow. It became trapped, stagnant, went കണ്ട, bad. അത് എഴുതിയ കഥയാണ്. അവിടെ അങ്ങനെ സംഭവിച്ചിട്ടില്ല. It was not art. പക്ഷെ ആ കഥ സത്യമാവുകയാണ് പിന്നീട്. There was a crack in the lake house. The marmots had let the lake in, but the water could not flow. It became trapped, stagnant, went bad. The truth was controlled here. The art was not art. നേരത്തെ പറഞ്ഞതിനെ റിപ്പീറ്റ് ചെയ്യണം. The experiment. അവിടെ കുറെ നമ്പേഴ്സ് ഒക്കെ കാണാണ്ട്. അവള് മോഡിഫൈ ചെയ്താണെന്ന് അറിയില്ല. കാരണം നേരത്തെ കണ്ടതിൽ ദർ വാസ് എ ക്രാക്ക് ഇൻ ലേക്ക് ഹൗസ്, ദ വാട്ടർ സ്റ്റെപ്ഡ് ഇൻ എന്നാണ് അലൻ വേക്ക് പറഞ്ഞത്. ഇവള് പറയണത്, അലൻ വേക്കിൻ്റെ വോയിസിൽ നമ്മൾ നേരത്തെ കേട്ടത്, ഇവള് പറയണത് വാട്ടർ കുഡിൻ ഫ്ലോ. അതാണ് ഒരു ചോദ്യചിഹ്നം. എന്തായാലും മുന്നോട്ട് പോയി നോക്കാം. Typewriters. Please don't let this be what I think it is. As you know നിറച്ച് by ടൈപ്പ്റൈറ്റർ. now, typewriters and Cauldron Lake do not mix. അറിയാം. And our wounds blow them all clanging away. 100% bad news. My keycard isn't high enough clearance. നമുക്ക് അതിൻ്റെ അകത്തോട്ട് കയറണം. ആ ടൈപ്പ് റൈറ്റേഴ്സ് തന്നെ അവിടെ ഇരുന്ന് വർക്ക് ചെയ്യണതിൻ്റെ സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. വേറെ റൂമുണ്ടോ? ഒരു റൂം അങ്ങ് അറ്റത്ത് കാണുന്നു. ആ 7th, 2018. Notes regarding Dr. Emil Hartman, founder of the Cauldron Lake Lodge, where he manipulated artists in an attempt to control the power of the shadow. I've gone through his notes, which were confiscated by the Bureau after his arrest in 2010. എമീൽ ഹാർട്ട്മാൻ. Complete disregard for proper scientific method. But he was bold enough to try something. Our procedural writing machines are promising, but we could understand the effects of Cauldron Lake's threshold much better than observing artists in action. Thanks to Hartman, we even have a list of prospects. Next step is to send Dr. Hartman a request to bring some into the lake house for analysis. അത്രേ ഉള്ളൂ. ഒരു അനാലിസിസിനാരും കൊണ്ടുവന്നില്ലേ? സോ എനിക്ക് മനസ്സിലായത് ഈ ടൈപ്പ് റൈറ്റേഴ്സ് ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുക. കണ്ട കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാറ്റി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വല്ലതായിരിക്കണം. അതിന് വേണ്ടിയിട്ട് ഹാർട്ട്മാൻ്റെ പ്രോസ്പെക്ട്സ് ആയിരിക്കും ഇവർ യൂസ് ചെയ്തിട്ടുണ്ടാവുക. അവനൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്കല്ലേ ഇത് വൃത്തിയിൽ ചെയ്യാൻ പറ്റുക. ഞാൻ വന്ന വഴിയാ അത് പോവാ. വന്ന വഴിയല്ല. Shit. ഗണ്ണ് പുതിയത്. Never say no to extra firepower.
ആരുണ്ട്? Back where I started. ആ Spatial recurrence usually observes the law of 3. Find a way to get the key card and gun by objectives എപ്പോഴും മാഞ്ഞു പോണു. ഞാൻ വന്ന സ്ഥലത്തേക്ക് എന്തായാലും തിരിച്ചെത്തി. ആ അപ്പൊ അവള് വേറെ പറയണു. Compressing, compounding, reflecting, and refracting. An urban legend and a murder in constant imbalance. Cause and effect hopelessly tangled. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് അവിടെ കാണാനല്ല. ഗൈസ് എന്തായാലും ബാക്കി ഞാൻ നെക്സ്റ്റ് എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യത്തെ ഇവിടെ വൈൻഡപ്പ് ചെയ്യണത് ആകെ 2 മണിക്കൂർ കണ്ടുള്ളൂ ഇതിൻ്റെ ഈ ഒരു DLC എന്ന് പറയുന്നത്. നമുക്കത് സെറ്റാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളതൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഭയങ്കര പേടിയുള്ളവരിത് കാണണ്ട, കാരണം പെട്ടെന്ന് സ്ക്രീനിൻ്റെ ഫ്രണ്ടിലേക്ക് എന്തൊക്കെ വരികയെന്ന് പറയാൻ പറ്റൂല. ഇപ്പോൾ നമ്മളിത് ഈ ഒരു സ്പേഷ്യൽ എന്തോ ഒരു പേര് പറഞ്ഞില്ലേ, ഞാൻ അതും കൂടെ സർവൈവ് ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകണം. വീണ്ടും ഞാൻ ആ റൂമിൽ കയറുമ്പോൾ ആ റൂമിൽ ചിലപ്പോൾ നേരത്തെ തുറക്കാത്ത ഡോർസൊക്കെ ഇപ്പോൾ തുറന്നിട്ടുണ്ടാവാം, അറിയില്ല, എങ്ങനെ നോക്കി നോക്കണം. ഇത് നമ്മൾ സർവൈവ് ചെയ്തിട്ട് വീണ്ടും എലിവേറ്റർ ത്രൂ നമുക്കിതിൻ്റെ മെയിൻ ഇത് എവിടുന്ന സോഴ്സ് വെച്ചെങ്കിൽ അവിടെ കണ്ടുപിടിച്ച് നശിപ്പിക്കണം. അതാണ് അതിൻ്റെ അൾട്ടിമേറ്റ് അജണ്ട. എന്തായാലും ബാക്കി നെക്സ്റ്റ് എപ്പിസോഡിൽ നോക്കാം. ടു ബി കണ്ടിന്യൂഡ്.